ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മിൻസിയാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വൈകിട്ടായിട്ടാണ് ഞാൻ മേളിൽ കയറി നിൽക്കണേ. ഒരു സൺസെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ മേളിൽ കയറി നിൽക്കണേന് ചാവടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് പുറത്തു പോകാൻ വിചാരിച്ചിരുന്നു. ഞായറാഴ്ച അല്ലേ, നിൽക്കാൻ ഒരു ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ച് ഒന്ന് പുറത്ത് പോകാം. വേറെ എവിടെയല്ലേ അടുത്തൊരു എന്താ പറയുക കടപ്പുറത്ത് പോകാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാനും ഇക്കാനും ചായ എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ലൊരു സൺസെറ്റ് ഞാൻ കാണിച്ചിട്ട് അടിപൊളി വ്യൂ മേളിൽ കയറുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് മേളിൽ കയറി നിൽക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചത് അടിപൊളി വ്യൂ ആണ്. ലുക്ക് കണ്ടോ, സൂപ്പർ രസവും നോക്കി. നല്ല രസമുണ്ട് സൺസെറ്റ് ഇങ്ങനെ കാണാനായിട്ട്. ഒരു സായാൻ്റെ അഭിനയം. സായ ഹായ് ഹായ് പറഞ്ഞേ, ഹായ് ഹായ്. ജയാൻ്റെ അഭിനയം അഭിനയിക്കാൻ എൻ്റെ മോനോട് പറയണ്ട. നല്ല വ്യൂ, സൂപ്പർ. ഹലോ. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം കണ്ട. എൻ്റെ പപ്പ ഉള്ളപ്പോൾ അവനെ ഷോക്സ് ഇട്ട് കിടത്തുള്ളൂ. കുറച്ച് പരിഷ്കാരിയാണ് എൻ്റെ പപ്പ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഷോക്സ് ഒന്നും ഇടിക്കാറില്ല കേട്ടാ. എന്തിനാണ്, പിള്ളേരല്ലേ. പക്ഷെ എൻ്റെ പപ്പ സമ്മതിക്കൂല. അത് എൻ്റെ അഭിനയം ഉണ്ടാ. ക്യാമറ നടപ്പത് എൻ്റെ അഭിനയം. ഹായ് പറഞ്ഞേ, ഒന്നോട് ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ഹായ്. നേരത്തെ എന്ന് പറയാനായിട്ട് ഈ മേളിൽ കസേരയും ടേബിളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മമ്മി പോയതിന് ശേഷം അതൊന്നുമില്ല. വെറുതെ ഇങ്ങനെ നിൽക്കുക, ചുറ്റിക്കറങ്ങുക, അതൊക്കെ തന്നെ ഉള്ളു പണി. വേറെ പണിയൊന്നുമില്ല. തേൻ്റെ അഭിനയം ഇതേ മാസമാണ്. തേനെ എന്നെങ്ങാട്ടിയാ വെട്ടി അഭിനയിക്കും. തേനെ പിടിച്ചോ, ഞാൻ പിടിച്ചോ. പാട്ടാണ് കാക്കിയെ കാക്കി. ഞങ്ങൾ വീട് റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ കാണാൻ പറ്റും. ചുറ്റുപീട. ഞങ്ങളിവിടെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും, ഇരുട്ടാണുമ്പോൾ ഇറങ്ങും. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവർക്ക് കളിക്കാനൊക്കെ ആരുമില്ലാണ്ടായിട്ട് ഭയങ്കര ബോറടി. ഇപ്പം ഇന്നലെ ഈ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഒറ്റയ്ക്ക് വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കാൻ. ഈ നിലത്ത് പിള്ളേരുണ്ടെങ്കിലും കുഴപ്പമില്ല. നിലത്ത് ഇപ്പോൾ പിള്ളേരുള്ളവരുടെ അത്ര ടച്ചില്ലായി. പുതിയതായിട്ട് വന്നേക്കാൻ താമസിക്കണം. അപ്പോൾ അവരുടെ അത്ര ടച്ചില്ലാത്തതുകൊണ്ടിട്ട് അവനെ വിടാറുമില്ല. അപ്പോൾ ഇന്നലെ അവൻ വെറുതെ അങ്ങോട്ട് നടക്കും, പുറത്തേക്ക് ഇറങ്ങും, പിന്നെയും ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങും, പിന്നെയും ചേട്ടൻ. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ കട പറയുന്നത് എന്തായാലും അവൻ പുറത്തേക്ക് എവിടെയും കൊണ്ടുപോകണം കളിക്കാനായിട്ട്. അങ്ങനെ പിള്ളേർ കളിക്കാൻ ആരും ഇല്ലാണ്ടാകുമ്പോൾ തന്നെ പിള്ളേർക്കൊരു ഒരുമാതിരി ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഞാൻ മേളിൽ കയറില്ല. അപ്പോൾ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വെള്ളി തൊട്ടിട്ട് തിങ്കളോട്ടിട്ട് ശനി വരെ ഒറ്റക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നീ മേളിൽ കയറി ഞാൻ ഒറ്റക്കാവൂലേ. ഞാൻ പറഞ്ഞു ഞാനും വന്നിട്ടുണ്ടോ. ഞാനും കൂടി മേളിൽ കയറിയതാണ് കേട്ടോ. ഞാൻ എപ്പോൾ വീടെടുക്കണം അപ്പോൾ ചെയ്യാൻ വരും, എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചിട്ട് വരും. ഇതന്നെ ആനുവൽ ഡേ ആണ്. അടിപൊളിയായി ഡാൻസ് കളിക്കൂലേ സേനെ? ഡാൻസ് കളിക്കൂലേ? തലാട്ടിട്ടുണ്ട് സ്റ്റേജിൽ കയറും പറയാം. പിന്നെന്താ, ചായ കുടിച്ചിട്ട് നമ്മൾ പുറത്ത് പോയതൊന്ന് സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകാണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഉണ്ടാ മേളിലേക്ക് കയറിയത്. സൺസെറ്റൊക്കെ പോയി ഗൈസ്. വെറുതെ ഇരുന്ന് ബോറടിക്കും. അതാണ് ഏറ്റവും വലിയ ബോറടിയാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. ഞാൻ അല്ലെങ്കിൽ എന്താ പറയുക, നാത്തൂന് വീട്ടിലേക്കാണ് പോകാറ് എല്ലാ ഞായറാഴ്ച. പക്ഷേ പോകാൻ പറ്റിയില്ല. ഈ ഞായറാഴ്ച പോകാൻ പറ്റിയില്ല. കാരണം അവരില്ല, അവർക്ക് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. ചുമ്മ ഉണ്ടാവില്ലിക്കാനും ഉമ്മയില്ലിക്കാനും ഉമ്മക്ക് ഒരു പരിപാടി ഉണ്ടായിട്ട് അവർ ഉമ്മയും പോയിക്കറാണ്. അപ്പോൾ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ പോയിട്ട് പോസ്റ്റ് ആവണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് പോസ്റ്റ് അടിയാണ്. പിന്നെ അവിടെ പോസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ജായാക്ക് വിളവുണ്ട്. ഞാൻ ഇപ്പം തന്നെ നിലത്തേക്ക് ഇറങ്ങും. കാരണം ഇവിടെ നിറച്ചും ചില്ലും അത് ഇതൊക്കെ കിടക്കുന്നുണ്ട്.
ജായന് ചെരുപ്പിട്ട് എല്ലാം കൂടി ജായ വലിച്ചിടുന്നുണ്ട്. ഇപ്പം തന്നെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇവളുടെ ഒരു വിളവ് കാരണം ഇവിടെ നിർത്തൂല. പിന്നെന്താ ദോശ കടി നിന്ന് പറയാനായിട്ട് നിങ്ങൾ കടിയൊക്കെ തിന്നു പറയാൻ ജായൻ സെറ്റിലാക്കിയിട്ടുണ്ട്. കാണിച്ചിട്ട് ജായൻ എന്താ കാണിച്ചു വെച്ചേക്കുന്നത് ഇപ്പം കാണിച്ചു. ജായൻ അവിടെ ഇരുന്ന ടേബിളിങ്ങൊക്കെ എടുത്തിട്ട് അവൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടാ പോകൂലെന്നാണ് വിചാരം. പക്ഷെ ജയാൻ കാണിക്കണുണ്ടാവും പോകാൻ ചാൻസ് നല്ലോണം ഉണ്ട്. ജയാൻ പോകണനുസരിച്ച് അവളും പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആവുന്ന സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോകുമോയെന്നറിയില്ല, നോക്കുന്നുണ്ട് ചുറ്റും എങ്ങനെയാണ് ഇതിൽ കൂടി കിടക്കാൻ. പക്ഷെ അവൾ വരും ഇതിലേക്ക് കൂടി വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. എണീറ്റിട്ടുണ്ട്. ഇനി എങ്ങനെ കിടക്കും? ഇതും കടന്നവനാണ് ഈ KK ജോസഫ് ഡയലോഗില്ലേ, ആ ഡയലോഗ് വിടണം. നോക്കി വിളവ് ജായ എന്താണ്? ആരാണോട് നിർത്തിയത്? ജായ പേപ്പിനെ ആരും നിർത്തിയ അവിടെ? പപ്പേണാ പപ്പ സിയാസിനെ വിളിച്ച് സിയാസി വിളിക്കൂട്ട, പേര് വിളിക്കുക, സിയാസേന്ന് വിളിക്കും. പറഞ്ഞില്ലേ ഗൈസ്, അവളിറങ്ങി വരും. ഇറങ്ങി വന്ന് അവളെവിടെ ഇരിക്കൂല. വെറുതെ അങ്ങനെ ഒരു മേശിട്ടത്. അവളെവിടെ ഇരിക്കൂല. ഡാൻസ് ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ അമ്പലത്തിലൊക്കെ ഉത്സവമാണ്. അപ്പോൾ ആ ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഇത് കിടന്ന് തുള്ളണം കേട്ടോ. നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റും. നല്ല തേങ്ങാക്കുലകളൊക്കെ നാടുന്നുണ്ട്. നല്ല കാറ്റുണ്ട് ഗൈസ്. സൺസെറ്റൊക്കെ പോയി, താഴ്ന്നതിന് പോയി. എന്തോ ചെയ്യണം കുമ്പിട്ടിട്ട്. എന്താണ് എണീറ്റിട്ട് പാട്ട് പഠിക്ക് ചായ. കാക്കി പാട്ട് പഠിക്കേ. കാക്കി കൂടെ വിടേ. ഞാൻ കുറച്ച് സംസാരിക്കാൻ കുറച്ച് ബാക്കോട്ടൊന്നല്ല, അവൻ്റെ സംസാരം നമുക്ക് ക്ലിയർ ആവില്ല കേട്ടോ. കാരണം അവൻ്റെ ചെറുതിലേ തന്നെ എന്താ പറയുക, ഇക്കാൻ്റെ കുടുംബത്ത് അവനാണ് ഒരു ആന്തര്യം ഉള്ളൂ. പേരക്കുട്ടികളിൽ ഇക്കാൻ്റെ ഉമ്മാക്കൾ അങ്ങനെ ഒരു ആന്തര്യം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനെ കുറച്ച് കൊഞ്ചിച്ച് കൊണ്ടിട്ട് അവൻ കുറച്ച് സംസാരിക്കും, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ. പക്ഷെ ജായ അങ്ങനെയല്ല കേട്ടോ. ജായക്ക് നല്ല ഇപ്പം തന്നെ അവൾ കുറച്ചൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. ജയാൻ അങ്ങനെയല്ല. ജയാൻ ഇപ്പോഴും കുറച്ച് തിരിയാൻ ഇത് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ചിരിക്കും, ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ഇക്കാക്ക് മനസ്സിലാവും. ഇക്കാനോട് ചോദിക്കും എന്താണ് അവൻ പറയണത്, മിന്നു എന്നോട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടീൻ്റെ സൗണ്ട് കേൾക്കും കേട്ടോ. കാരണം വീട് റോഡ് സൈഡിലായതുകൊണ്ടിട്ട് വണ്ടീൻ്റെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താ, രാത്രിത്തേക്കൊന്നും പണിയൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ വിളിക്കറി വന്നിരിക്കുന്നു. ബോറടിക്കുമ്പോൾ ഒന്നും ചെയ്തില്ല. എനിക്ക് ഭയങ്കര ബോറടിയാണ് ഗൈസ്. ഇപ്പം ഞാൻ ഒരു കൊറിയർകാരൻ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നതാണ്. കാരണം ഞാൻ ചായക്ക് കുറച്ച് ഐറ്റംസുകൾ മേടിച്ചിട്ടുണ്ട്. മുടിയില്ല, പക്ഷേ എന്നാലും അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ മേടിച്ച് ഞാൻ തുടങ്ങുന്നുണ്ട്, മുടിയിലൊക്കെയുള്ള ആളുകളൊക്കെ. അപ്പോൾ അയാൾ വിളിച്ചിട്ട് ഇപ്പോൾ 12 കൊണ്ട് വെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ നേരെ ഇരുട്ടി തുടങ്ങി കേട്ടോ. അത് ഞങ്ങൾ ബീച്ചിലൊന്നും പോകണില്ല. കാരണം ചായക്ക് കുറവില്ല, കഫക്കെട്ടിനും കുറവില്ല. പിന്നെ എന്താ കാറ്റത്തടിച്ചിട്ട് ആൾക്ക് വേണ്ടാന്ന് വെച്ചാൽ ബീച്ചിലും പാർക്കിലൊന്നും പോകണില്ല. അത് പിന്നെ ഒരു ദിവസം പോകാൻ വെച്ചിട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ മേളിലേക്ക് താഴത്തേക്ക് ഇറങ്ങണേ, വീട്ടിലേക്ക് ഇറങ്ങണേ. കാരണം മഹിരിബായി. അപ്പോൾ ഇന്ന് ശരിയാവില്ല. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെയുള്ള പുതിയ വീഡിയോ കാണാൻ. ബായ്.